മോനെ നിക്ക, ഈ പാലെങ്കിലും ഒന്ന് കുടിച്ചിട്ട് പോ. നിന്റെ ഈ വേഷം കാണുമ്പോ എനിക്ക് പേടിയാവുക. ഞാൻ പേടിപ്പെടുത്തുന്ന വേഷമാണ് ഇട്ടേക്കണേ. അതല്ല, നിന്റെ അച്ഛൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. നിന്റെ യാത്രയുടെ കാര്യത്തിൽ അച്ഛൻ എന്തോ വിശ്വാസക്കുറവുണ്ട്. അതെ, ദക്ഷിണാഫ്രിക്കയ്ക്കാണ് ഞാൻ പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷായേനെ. എന്താ? കാരണം അവിടെ മൊത്തം കറുത്തവർക്കാരാണല്ലോ. ഓസ്ട്രേലിയയിലെ സായിപ്പന്മാര് വെളുത്തു പോയിന് അവരെന്ത് ചെയ്യാൻ പറ്റും? ദേ, നീ ഇതുപോലുള്ള തമാശകൾ അച്ഛൻ കേൾക്ക പറയരുത് കേട്ടോ. എത്ര പ്രയാസപ്പെട്ടിട്ട് 10 പേരെ ഒപ്പിച്ചെന്നറിയോ? ഇനി പപ്പന്റെ അനുവാദം വേണം. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിച്ചാൽ മാത്രം പോരാ, ജോലിക്ക് അപേക്ഷിക്കണമെങ്കിൽ ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം, അപ്പനാരാ ഇവിടുത്തെ ഗസറ്റഡ് ഓഫീസറാ? അതെടാ, ഞാനാ ഈ വീട്ടിലെ ഗസറ്റഡ് ഓഫീസർ. എന്താ സംശയം ഉണ്ടോ? ഇപ്പൊ നമ്മുടെ സംശയമൊക്കെ തീർത്തല്ലോ. അപ്പനാണ് ഈ വീട്ടിലെ ഗസറ്റഡ് ഓഫീസർ. ഗസറ്റഡ് ഓഫീസറെ കുറച്ച് വഴിയായിരുവോ? അപ്പന്റെ പൊന്നുമോനും നിന്നേ. എന്താപ്പാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാട്ടുകാരുടെ കയ്യിലെ കാശ് കൊണ്ട് ഓസിന് ഓസ്ട്രേലിയക്ക് പോകാനുള്ള മോന്റെ പരിപാടി ഇവിടെ നടക്കില്ല. എന്നാ അപ്പന്റെ മനസ്സിലിരിപ്പ് നടക്കില്ല. എന്റെ മനസ്സിലിരിപ്പോ ഒന്നും അറിയാത്തവരെ കള്ളൻ. അമ്മ അറിയുന്നത് അപ്പൻ പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞത്? അത് വേണ്ട, ഞാൻ പറയാം. അമ്മ, ഞാൻ ഓസ്ട്രേലിയയിൽ പോകുന്നതിന് അപ്പന് വിരോധമൊന്നുമില്ല. പക്ഷെ പോയി വന്നു കഴിയുമ്പോഴത്തേക്കും അപ്പനെക്കാളും കാറ് കറുത്ത പെണ്ണിന് ഞാൻ കല്യാണം കഴിക്കണമെന്ന് പറ്റില്ലമ്മ. ഇനി ഈ വീട്ടില് ഒരു കറുപ്പ് കൂടി സഹിക്കാൻ വയ്യ. എന്റെ ലക്ഷ്മി ഇത് പിന്നെ നമ്പറാ. എടാ, നിന്റെ പ്രായം കഴിഞ്ഞ ഞാനും വന്ന് നിന്നെ ഞാൻ വേണ്ട. എനിക്ക് രണ്ടാളെയും വിശ്വാസമില്ല. വീട്ടിനുള്ളിൽ വലിയ ശത്രുക്കൾ, പുറത്ത് വലിയ ചങ്ങാതിമാരും. രണ്ടും കള്ളന്മാരാ. ഒരു വെളുത്ത കള്ളനും ഒരു പറഞ്ഞോടി പറ. കറുത്ത കള്ളം പറ. കോംപ്ലക്സ് കറുത്തു പോയി എന്റെ കോംപ്ലക്സ്. ഇതാണമ്മ ഞാൻ പറഞ്ഞത്. എന്നെ പോലെ ഒരു മുതിർന്ന മകന്റെ അപ്പനാകാനുള്ള പ്രായവും പക്വതയൊന്നും അപ്പനായിട്ടില്ല. സാറില് ഒരു 3-4 വർഷത്തിന് ശേഷം ചിലപ്പോൾ ശരിയായിരിക്കും. പൊട്ടിയുടെ മോനെ കറുത്തപ്പ പോയി വരും വെളുത്തമ്മേ. അരക്കി ഞാൻ